നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വ്യാപക നാശനഷ്ടം. ഇടുക്കിയിൽ രാത്രിയാത്രാ നിരോധനം. നിയന്ത്രണം മലയോര മേഖലയിൽ വൈകിട്ട് 7 മുതൽ രാവിലെ 6 വരെ. അടുക്കളയിൽ തിരിച്ചടി. ഗാർഹിക LPG വിലയിൽ വർധനവ്. സിലിണ്ടറിന് 29 രൂപ കൂടി 951 രൂപയിലെത്തി. വില കൂടുന്നത് 3 മാസത്തിനിടെ 2ാം തവണ. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പ്രിയതാരം മടങ്ങി. സലിം കുമാറിന് ആദരാഞ്ജലി അർപ്പിച്ച സാംസ്കാരിക കേരളം. പറവൂർ ടൗൺ ഹാളിലും വീട്ടിലും പൊതുദർശനം. ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകി ജന്മനാട്. അനുശോചിച്ച മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SFIO കസ്റ്റഡിയിലെടുത്ത രേഖകൾക്കായി ED എറണാകുളം PMLA കോടതിയെ സമീപിച്ചു. 134 രേഖകളും കരാറിന്റെ രേഖകളും ആവശ്യപ്പെട്ടു. നമ്മളുടെ യഥാർത്ഥ സ്വഭാവം അഹന്ത കൃത്രിമമാണ്. വിനയമുള്ളൊരു അറിയാതൊരു ആകർഷണം ഉണ്ടാകും. അഹന്തയുള്ള മുഴുവൻ മാറി നിൽക്കാനാണ് പലരും ശ്രമിക്കുന്നത്. സ്നേഹം നഷ്ടമായാൽ ജീവിതം തന്നെ നഷ്ടമാകുമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. അറിവിനും കഴിവിനുമുപരി സാഹചര്യങ്ങളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യണമെന്നും നഷ്ടങ്ങളെ ഓർത്ത് വിലപിക്കുന്നവർ ലാഭത്തെ മറക്കുന്നുവെന്നും അമ്മ. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവം 2ാം ദിവസം തുടരുന്നു. അമ്മയുടെ ദർശന പുണ്യം തേടി ഭക്തജന പ്രവാഹം. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രിയ നടൻ സലീം കുമാറിന് വിട നൽകി നാട്. പറവൂർ ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷമാണ് വസതിയിൽ സംസ്കാര ചടങ്ങുകൾ നടന്നത്. വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. മക്കളായ ചന്തുവും ആരോമലും ചിതയ്ക്ക് തീ കൊളുത്തി. മുഖ്യമന്ത്രി VD സതീശനും KC വേണുഗോപാലും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. ഒരു നടനുമപ്പുറം മലയാളികളുടെ ദൈനംദിന സംഭാഷണങ്ങളുടെ ഭാഗമായിരുന്ന സലീം കുമാറിനെ അവസാനമായി കാണാൻ ആയിരക്കണക്കിന് സാധാരണക്കാരാണ് പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ച് പറവൂരിലെത്തിയത്. സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ നിരവധി പേരും സലീം കുമാറിന് അന്തിമോപചാരം അർപ്പിച്ചു. മലയാള സിനിമയിലെ അതുല്യ നടനും ദേശീയ പുരസ്കാര ജേതാവുമായ സലീം കുമാറിന് സാംസ്കാരിക കേരളത്തിന്റെ പ്രണാമം. കൊച്ചിയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ചികിത്സയിലിരിക്കെ അന്തരിച്ച സലീം കുമാറിന്റെ ഭൗതിക ശരീരം രാവിലെ 8 മണിയോടെ ആശുപത്രിയിൽ നിന്നും സ്വദേശമായ വടക്കൻ പറവൂരിലേക്ക് കൊണ്ടുവന്നു. ഉറച്ച രാഷ്ട്രീയ ബോധ്യമുള്ള മലയാളികളെ എന്നും സന്തോഷിപ്പിക്കുന്ന മുഖമായ സലീം കുമാർ തന്റെ കൂടപ്പിറപ്പായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഓർമ്മിച്ചു. കൊച്ചി അമൃത ആശുപത്രിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാവിലെ എത്തി സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. ദുഃഖം മാത്രം പകർന്നു നൽകിക്കൊണ്ടാണ് വേർപാടുകൾ നിർവഹിക്കപ്പെടുന്നത്. അങ്ങനെ വേർപെട്ട് പോകുന്നവർ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ആ വേദനയുടെ ആഘാതമെന്ന് പറയുന്നത് വളരെ കൂടുതലായി. മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, റോജി M ജോൺ, VE അബ്ദുൾ ഗഫൂർ എന്നിവരും MPമാർ, MLAമാർ അടക്കമുള്ള ജനപ്രതിനിധികളുമെത്തി 12 മണിയോടെ മുഖ്യമന്ത്രി VD സതീശനും ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. താൻ മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് സലീം കുമാറാണ്. അത് അവകാശമാണെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിയിരുന്നുവെന്നും VD സതീശൻ അനുസ്മരിച്ചു. എനിക്ക് വ്യക്തിപരമായ നഷ്ടമെന്ന് പറയുന്നത് എനിക്കൊരു സഹോദര തുല്യനായ ഒരാളെയാണ് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീം കുമാർ. അവസാനമാകുമ്പോൾ പറയും എൻ്റെ അവകാശമാണെന്ന് പറയും. ഞാൻ വേറെ ആരെയും വിളിക്കില്ല, സലീമിനെ മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന് പറയും. അത്രമാത്രം നല്ല ഉറച്ച രാഷ്ട്രീയ ബോധ്യം, ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തൻ്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എൻ്റെ സ്നേഹിതനെന്ന് എനിക്ക് അഭിമാനമുണ്ട്. സിനിമാ മേഖലയിൽ നിന്നും ജയറാം, സൗബിൻ, ജയസൂര്യ, ഹരിശ്രീ അശോകൻ, സിദ്ദിഖ്, രഞ്ജി പണിക്കർ, ജോണി ആന്റണി, നവ്യ നായർ തുടങ്ങി നിരവധി പ്രമുഖ താരങ്ങളും മിമിക്രി വേദിയിലെ സുഹൃത്തുക്കളായ നാദിർഷ, KS പ്രസാദ് അടക്കം നിരവധി കലാകാരന്മാരും സാംസ്കാരിക മേഖലയിലുള്ള പ്രമുഖരും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. ഒരു നടനപ്പുറം മലയാളികളുടെ ദൈനംദിന സംഭാഷണങ്ങളുടെ ഭാഗമായിരുന്ന സലീം കുമാറിനെ അവസാനമായി കാണാൻ ആയിരക്കണക്കിന് സാധാരണക്കാരാണ് പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച് പറവൂരിൽ എത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി.
മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്കുമുള്ള അദ്ദേഹത്തിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനം പകരും. സലിം കുമാറിന്റെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പിണറായി വിജയൻ അനുശോചിച്ചു. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുമായി വലിയ ആത്മബന്ധമാണ് നടൻ സലീം കുമാർ കാത്തുസൂക്ഷിച്ചിരുന്നത്. ഗുരുതരമായ രോഗാവസ്ഥയിൽ നിന്ന് തന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് അമ്മയാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. മനസ്സിന് വിഷമം തോന്നുന്ന ഘട്ടത്തിലൊക്കെ അമ്മയെ കാണാറുണ്ടായിരുന്നുവെന്നും പല വേദികളിലും അദ്ദേഹം പറഞ്ഞിരുന്നു. സലീം കുമാർ അമ്മയെ കാണാനെത്തിയ അവിസ്മരണീയ മുഹൂർത്തങ്ങളിലേക്ക്. വളരെ വളരെ സന്തോഷത്തിലാണ് ഞാൻ. കാരണം അമ്മയെ ഓരോ പ്രാവശ്യം ഞാൻ കാണാൻ വരുന്നത് എൻ്റെ ഡീസൽ തീരുമ്പോഴാണ്. അങ്ങനെ ഡീസൽ തീർന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ നേരെ അമ്മയുടെ അടുത്ത് വരും, ഡീസൽ അടിച്ചിട്ട് ഞാൻ പോകും. കാരണം വളരെ മാനസികമായ വ്യഥ അനുഭവിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഓടി വന്ന് അമ്മ എവിടെയായിരുന്നാലും ഞാൻ അമ്മയെ കാണാൻ വന്ന് തിരിച്ചു പോകുന്നത് നിറഞ്ഞ മനസ്സോടും സന്തോഷത്തോടും കൂടിയായിരുന്നു. എന്നും ഈ നിൽക്കുന്ന സലീം കുമാർ ഇങ്ങനെ ഞെളിഞ്ഞു നിന്ന് പ്രസംഗിക്കാൻ ഒരേ ഒരു കാരണക്കാരി ഉള്ളൂ, അത് അമ്മയാണ്. മറ്റു വാർത്തകളിലേക്ക്. രാജ്യത്ത് പാചകവാതക വിലയിൽ വീണ്ടും വർധനവ്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 29 രൂപ കൂട്ടി. പുതിയ നിരക്ക് പ്രകാരം 14.2 കിലോയുള്ള ഗ്യാസ് സിലിണ്ടറിന് ഡൽഹിയിൽ 942 രൂപയും കേരളത്തിൽ 951 രൂപയുമായി. ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധിയാണ് വില വർധനവിന് കാരണം. രാജ്യത്ത് ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വിലയാണ് വർദ്ധിപ്പിച്ചത്. 14.2 കിലോയുള്ള ഗ്യാസ് സിലിണ്ടറിന് 29 രൂപ കൂട്ടി. വില വർധനവ് ഇന്നു മുതൽ പ്രാബല്യത്തിലായതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇതോടെ ഡൽഹിയിൽ ഗാർഹിക LPGയുടെ വില 942 രൂപയായി. കേരളത്തിൽ വില 951 രൂപയാണ്. ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ലഭിക്കുന്ന സിലിണ്ടറുകളുടെ വില സബ്സിഡി കഴിഞ്ഞ് 642 രൂപ മാത്രമാണ്. 3 മാസത്തിനിടെ രണ്ടാം തവണയാണ് ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 60 രൂപ കൂട്ടിയിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധവും ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധിയുമാണ് LPG ഇന്ധനവില വർധനവുകൾക്ക് കാരണം. എങ്കിലും വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലാണ് പാചകവാതകത്തിന് വില കുറവുള്ളത്. അമേരിക്കയിൽ സിലിണ്ടറിന് 1755 രൂപയും ഓസ്ട്രേലിയയിൽ 1765 രൂപയുമാണ് വില. അയൽ രാജ്യങ്ങളായ നേപ്പാളിൽ 1207 രൂപയും ബംഗ്ലാദേശിൽ 1225 രൂപയുമാണ് ഗാർഹിക സിലിണ്ടറിന് നൽകേണ്ടത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CMRL എക്സാലോജിക് കേസിൽ വീണ വിജയനെതിരെ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണയ്ക്കെതിരെ തെളിവ് തേടി ED എറണാകുളം PMLA കോടതിയെ സമീപിച്ചു. SFIO കസ്റ്റഡിയിലെടുത്ത രേഖകൾക്കായാണ് കോടതിയെ സമീപിച്ചത്. 134 രേഖകളും കരാറിന്റെ രേഖകളും വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നു. CMRL എക്സാലോജി കേസിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായക നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. CMRL എക്സാലോജിക് ഇടപാടുകളിലെ കരാറുകൾ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ തേടി എറണാകുളം PMLA കോടതിയെ ED സമീപിച്ചു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിലെ വിവരങ്ങളും പിടിച്ചെടുത്ത രേഖകളും കൈമാറണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം. 54 ഭാഗങ്ങളായുള്ള 134 രേഖകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ED സമർപ്പിച്ചു. വീണയും CMRL തമ്മിലുണ്ടാക്കിയ 2016ലെയും എക്സാലോജിക്കും CMRL തമ്മിലുണ്ടാക്കിയ 2017ലെയും കരാറുകൾ എന്നിവയുടെ പൂർണ്ണ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. എക്സാലോജിക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വീണയുടെ IT റിട്ടേൺസ് വിശദാംശങ്ങൾ എന്നിവയും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ലോൺ വിശദാംശങ്ങളും വീണയുടെ ലോൺ തിരിച്ചടവിന്റെ വിശദാംശങ്ങളും ED ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നുണ്ട്. വീണ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന്റെ ആദ്യ ഭാഗമെന്ന നിലയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ നീക്കം. പഴുതടച്ച നീക്കങ്ങളായിരിക്കും EDയുടെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാവുക. നിയമത്തെക്കാൾ അപ്പുറത്തേക്ക് രാഷ്ട്രീയമായി CPM കേസിനെയും ED നീക്കങ്ങളെയും നേരിടാൻ തീരുമാനിച്ചതോടെയാണ് അന്വേഷണ സംഘം ശക്തമായ തെളിവുകൾ ശേഖരിക്കാൻ നടപടികൾ വേഗത്തിലാക്കിയത്. തെളിവുകൾ പൂർണ്ണമായും ലഭിച്ച ശേഷം മുന്നോട്ടു പോകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ അന്വേഷണ സംഘത്തിന് ED ഡയറക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. കോടതിയിൽ നിന്നുൾപ്പെടെ ചോദ്യങ്ങൾ ഉയരാത്ത തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ED ഉദ്യോഗസ്ഥർ. ഏതായാലും EDയുടെ ഈ നീക്കം വീണ വിജയനെയും CMRL കമ്പനിയെയും സംബന്ധിച്ച് നിർണായകമാണ്. അമൃത ന്യൂസ്, കൊച്ചി. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ 3 DYFI നേതാക്കൾക്ക് കൂടി ഹാജരാകാൻ നോട്ടീസ് നൽകിയ SIT. സ്ക്രീൻഷോട്ട് പ്രചരിച്ച CPM അനുകൂല സൈബർ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെയാണ് അന്വേഷണ സംഘം നിലവിൽ ചോദ്യം ചെയ്തു വരുന്നത്.
കേസിൽ ഇടത് അനുകൂല സൈബർ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരുന്നത്. പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ നേതാക്കളായ റിബേഷ് രാമകൃഷ്ണൻ, മനേഷ്, അതുൽ എന്നിവർക്കാണ് ചോദ്യം ചെയ്യലിന് SIT നിലവിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇവർ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പുകളിലും പേജുകളിലും പങ്കുവച്ചവരാണ്. കേസിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗമായ ജിതിൻ ഭാസ്കറിന്റെ മൊഴി SIT കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. നേരത്തെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന റിബേഷ് രാമകൃഷ്ണന് കാഫിർ സ്ക്രീൻഷോട്ട് ലഭിച്ചത് ജിതിനിൽ നിന്നാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ജിതിൻ ഭാസ്കറിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് ആദ്യം വന്നത് വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണെന്ന് കണ്ടെത്തിയിരുന്നു. ഗ്രൂപ്പുകളിലേക്ക് സ്ക്രീൻഷോട്ട് ആരാണ് അയച്ചതെന്നും ആരാണ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതെന്നുമാണ് പ്രധാനമായും കണ്ടെത്താനുള്ളത്. ഇതിനായി ഫേസ്ബുക്ക്, വാട്സപ്പ് മാതൃകമ്പനിയായ മെറ്റയ്ക്ക് വീണ്ടും കത്തയക്കാനും SIT തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ആരോഗ്യമേഖല സ്വകാര്യവൽക്കരിക്കുമെന്ന പ്രചരണം തെറ്റാണെന്ന് മന്ത്രി K മുരളീധരൻ. സ്വകാര്യ മേഖലയിലെ CSR ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ആശുപത്രികളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് താൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി സ്വകാര്യ മേഖലയിൽ മാത്രമേ നടപ്പാക്കൂ എന്നതും വ്യാജ പ്രചരണമെന്ന് മന്ത്രി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആര് പറഞ്ഞു സ്വകാര്യവൽക്കരിക്കുന്നു? കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളും സ്വകാര്യവൽക്കരിച്ചാൽ എനിക്കിവിടെ ഇരിക്കാൻ പറ്റുമോ സീറ്റിൽ? അങ്ങനെ ഒരു ജനാധിപത്യ ഗവൺമെൻറ് ചിന്തിക്കാൻ കഴിയും? ഞാൻ ഇന്നലെ പറഞ്ഞത് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ആശുപത്രികളിൽ നവീകരണം, പുതിയ കെട്ടിടം പണിയുക. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള സമയം ഇന്ന് രാത്രി അവസാനിക്കും. ഇതുവരെ ലഭിച്ചത് 1,00,000-ലധികം അപേക്ഷകൾ. അതേസമയം നീറ്റ് പുനഃപരിശോധനയ്ക്കുള്ള ക്രമീകരണങ്ങൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉന്നതതല യോഗം ചേർന്ന് വിലയിരുത്തി. ചോദ്യപേപ്പറുകൾ വ്യോമസേനയുടെ നേതൃത്വത്തിൽ എത്തിക്കും. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള സമയം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ആദ്യം ഇന്നലെ വരെയായിരുന്നു സമയം നൽകിയതെങ്കിലും വെബ്സൈറ്റിൽ സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്തതിനാൽ ഒരു ദിവസം കൂടി നീട്ടി നൽകുകയായിരുന്നു. ഇതുവരെ 1,00,000-ലധികം അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ചതിനാൽ പുനർമൂല്യനിർണ്ണയം വേഗത്തിലാക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. നേരത്തെ പരീക്ഷയിലും പുനർമൂല്യനിർണ്ണയ അപേക്ഷയിലുണ്ടായ വീഴ്ചകളെ തുടർന്ന് CBSE ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റിക്കൊണ്ട് കടുത്ത നടപടി വിദ്യാഭ്യാസ മന്ത്രാലയം സ്വീകരിച്ചിരുന്നു. പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ച വരുത്തിയ കോംപ്റ്റ് കമ്പനിയുടെ സേവനം തുടരുന്നതിനെതിരെയും പരാതി ലഭിച്ചിട്ടുണ്ട്. അതേസമയം ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ക്രമീകരണങ്ങൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് വിലയിരുത്തി. ചോദ്യപേപ്പറുകൾ സുരക്ഷിതമായി എത്തിക്കാൻ ചരിത്രത്തിലാദ്യമായി ഇത്തവണ വ്യോമസേനയുടെ സഹായം തേടിയിട്ടുണ്ട്. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും മാറ്റങ്ങൾ വരുത്താനും NTA തീരുമാനിച്ചു. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ടെലിഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നിരീക്ഷണത്തിലാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് ഷിഗല്ല രോഗം പടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് 3 കുട്ടികൾ ഉൾപ്പെടെ 26 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി K മുരളീധരൻ. ആലപ്പുഴയിലും ആറന്മുളയിലുമായി 23 പേർക്കും കോഴിക്കോട് 3 കുട്ടികൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും തട്ടുകടകളിലും ഉൾപ്പെടെ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ഷിഗല്ല കേസുകൾ വർദ്ധിച്ചു വരുന്നതായി ആരോഗ്യമന്ത്രി K മുരളീധരൻ ചൂണ്ടിക്കാട്ടി. 3 കുട്ടികൾ ഉൾപ്പെടെ 126 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഒരാഴ്ച മുമ്പുള്ള കണക്കുകൾ പ്രകാരം ആലപ്പുഴ, ആറന്മുള ഭാഗങ്ങളിൽ 123 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 3 കുട്ടികൾക്കും രോഗബാധയുണ്ടായി. ഇതിൽ 1 കുട്ടി മരണപ്പെട്ടു. മറ്റ് 2 കുട്ടികൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയതായി മന്ത്രി അറിയിച്ചു. കർശന ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആലപ്പുഴ, ആറന്മുള ഭാഗത്തൊക്കെ 123 പേർക്ക് രോഗം വന്നതായിട്ടാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികളെയാണ് ഈ രോഗം വന്ന് അവിടെ അഡ്മിറ്റായത്. അതിൽ 2 പേര് ഡിസ്ചാർജ് ചെയ്തു. ഈ 1 കുട്ടി മരിച്ചു. അതേസമയം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ബാക്ടീരിയ പടർത്തുന്ന ഷിഗല്ല രോഗം പിടിപെടുന്നത്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, തട്ടുകടകൾ കേന്ദ്രീകരിച്ച ശുചിത്വം നിർബന്ധമാക്കാനും പരിശോധന കർശനമാക്കാനും നിർദ്ദേശം നൽകി. ഹോട്ടലുകളിലുള്ള ഭക്ഷണം ഇപ്പോൾ ഫുഡ് സേഫ്റ്റിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഹോട്ടലുകളിൽ പരിശോധന കർശനമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ചില ഹോട്ടലുകളിൽ വെള്ളം കൊടുക്കുന്നത് സാധാരണ നിയമം അനുസരിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കണമെന്നാണ് നിയമം.
എബോള രോഗത്തിനും സംസ്ഥാനത്ത് ജാഗ്രതയുണ്ട്. ഉഗാണ്ടയിൽ നിന്ന് വരുന്നവരെ വിമാനത്താവളങ്ങളിൽ പ്രത്യേകമായി നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് ഷിഗല്ല ബാധിച്ച 4.5 വയസ്സുകാരി മരിച്ചതിനു പിന്നാലെ മേഖലയിൽ പ്രതിരോധ നടപടികളുമായി ആരോഗ്യവകുപ്പ്. നിലവിൽ ഷിഗല്ല ബാധിച്ച പന്തീരങ്കാവ്, പുറമേരി സ്വദേശികളായ 2 കുട്ടികളും ചികിത്സയിലുണ്ട്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. ഷിഗല്ല ബാധിച്ച് മരിച്ച 4.5 വയസ്സുകാരി നിളയുടെ മരണത്തിന് പിന്നാലെ കുട്ടിക്ക് രോഗബാധയുണ്ടായ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് ഊർജിതമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മരിച്ച നിളയ്ക്ക് പുറമെ പുറമേരി പന്തീരങ്കാവ് സ്വദേശികളായ 10ഉം 2ഉം വയസ്സുള്ള കുട്ടികൾക്കും ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഈ പ്രദേശങ്ങളിൽ കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ 3 പ്രദേശങ്ങളിലും രോഗലക്ഷണമുള്ളവർ ഉടൻ ചികിത്സ തേടാനും നിർദ്ദേശമുണ്ട്. ജൂൺ 1-നാണ് വയറിളക്കത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ നിളയെ പ്രവേശിപ്പിക്കുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാവിലെയാണ് നിള മരിച്ചത്. നേരത്തെ ചികിത്സ തേടിയ ആശുപത്രികളിൽ നിന്നും ഷിഗല്ലയെന്ന് കണ്ടെത്താൻ കഴിയാതെ പോയതാണ് നിളയുടെ മരണത്തിലേക്ക് നയിച്ചത്. മലമൂത്ര വിസർജനം വഴി മലിനമായ ജലസ്രോതസ്സുകളിലെ വെള്ളം കുടിക്കുകയോ കുളിക്കുകയോ ചെയ്യുന്നതിലൂടെ ഷിഗല്ല രോഗം വരാം. മഴ ശക്തമാവുന്നതോടെ വെള്ളം മലിനമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, ഭക്ഷണത്തിന് മുൻപ് കൈകൾ സോപ്പിട്ട് വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊച്ചി ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം തുടരുന്നു. സ്നേഹം നഷ്ടമായാൽ ജീവിതം തന്നെ നഷ്ടമാകുമെന്ന് അമ്മ പറഞ്ഞു. അറിവിനും കഴിവിനുമുപരി സാഹചര്യങ്ങളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യണമെന്നും അമ്മ വ്യക്തമാക്കി. അമ്മയുടെ ദർശനം തുടരുകയാണ്. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവത്തിലേക്ക് എത്തിയത് 10,000-ങ്ങളാണ്. മക്കളെ കാണാൻ രാവിലെ 11 മണിയോടെ അമ്മ വേദിയിലേക്കെത്തി. കൊച്ചി മേയർ VK മിനിമോൾ, MLA-മാരായ TJ വിനോദ്, ദീപക് ജോയ് എന്നിവരും അമ്മയെ സ്വീകരിക്കാനെത്തി. കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ, മുൻ ജസ്റ്റിസുമാരായ CN രാമചന്ദ്രൻ നായർ, PR രാമൻ, കണ്ണൂർ സർവകലാശാല VC ഡോക്ടർ KK സാജു, നടി അമല പോൾ, സംവിധായകൻ ജയരാജ് എന്നിവരും അമ്മയെ സ്വീകരിച്ചു. തുടർന്ന് മക്കളോട് സംസാരിച്ച അമ്മ സ്നേഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പുതിയ കാലത്തെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തി. നഷ്ടങ്ങളെക്കുറിച്ചോർത്ത് വിലപിക്കുന്നവർ ലാഭത്തെ മറക്കുകയാണ്. സ്നേഹം നഷ്ടമായാൽ ജീവിതം തന്നെ നഷ്ടമാകുമെന്ന് അമ്മ പറഞ്ഞു. നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് മാത്രം അളക്കാൻ സാധിക്കാത്ത നിഗൂഢതയാണ് ജീവിതം. ആ വൻകടൽ നീന്തി കടക്കാൻ നമ്മുടെ ഇത്തിരി പോകുന്ന 2 കൈയും കാലും ചെറിയ ശരീരം മാത്രം പോരാ. യഥാർത്ഥ ജീവിതം അനന്തമാണ്. അതിനാണ് ശിഷ്യന്മാർ സത്യമെന്ന് വിളിച്ചത്. നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ഓർത്ത് വിലപിക്കും നമ്മൾ ഈ ജീവിതം കൊണ്ട് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ലാഭത്തെക്കുറിച്ച് മറക്കാണ്. ബിസിനസ് ചെയ്യണം, പണം ഉണ്ടാക്കണം, അതാണ് ബിസിനസ് നമ്മുടെ ലക്ഷ്യം. അത് വേണ്ടാന്നൊരിക്കലും പറയുന്നു. ബിസിനസ് നഷ്ടമായ പാപ്പരാകും. ഇത് ബിസിനസ് സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം പാപ്പരത്വം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. പിന്നെ സ്നേഹം നഷ്ടമായാലോ ജീവിതം തന്നെ നഷ്ടമാകും. കാരണം ജീവിതത്തിൻ്റെ മൂലധനം സ്നേഹമാണ്. ആ സ്നേഹമെന്ന ലാഭം കൊയ്തെടുത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവറക്കി നോക്കണം എന്നുള്ളതാണ്. വിനയമാണ് നമ്മുടെ യഥാർത്ഥ ഭാവമെന്നും അഹന്തയ്ക്കും അഹംഭാവത്തിനും ഏറെ നാൾ നിലനിൽക്കാനാകില്ലെന്നും അമ്മ വ്യക്തമാക്കി. വിനയമാണ് നമ്മളുടെ യഥാർത്ഥ സ്വഭാവം. അഹന്ത കൃത്രിമമാണ്. വിനയമുള്ളൊരു അറിയാതൊരു ആകർഷണം ഉണ്ടാകും. അഹന്തയുള്ളവർ മുഴുവൻ മാറി നിൽക്കാനാണ് പലരും ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാവമാണ് നമ്മളിപ്പോൾ പ്രവർത്തിക്കുക ചിന്തിക്കുക. നമ്മളിൽ ചിന്ത വന്ന ഉടനെ തന്നെ വാക്കായി ചീത്ത വിളിക്കും. ചിന്ത വന്ന ഉടനെ അടിയാകും. ഈ ആദ്യത്തെ ചിന്ത നമ്മുടെ കയ്യിലല്ല, ശരിയാണ്. നമ്മുടെ വാസന കൊണ്ടോ ആഗ്രഹങ്ങൾ കൊണ്ടോ അല്ല മുൻവിധി കൊണ്ടോ ഒക്കെ നമ്മുടെ മനസ്സിനകത്ത് കയറി ഒരാളെ കാണുമ്പോൾ വരാം. ആ ചിന്ത അത് നമ്മുടെ കയ്യിലല്ല. അതിന് പുറത്ത് വീണോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. തുടർന്ന് അമ്മയുടെ നേതൃത്വത്തിൽ ഭജന, ഈശ്വരനും മനസ്സും ഒന്നായ നിമിഷങ്ങൾ.
പ്രത്യേക പൂജകളോടെയാണ് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൻ്റെ ഇന്നത്തെ ദിനവും തുടങ്ങിയത്. ദീർഘനാളായുള്ള മക്കളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് അമ്മയുടെ ദർശനം തുടരുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയെ ദർശിക്കുമ്പോൾ എപ്പോഴും ഒരു ശാന്തത അനുഭവിക്കാൻ കഴിയാറുണ്ടെന്ന് വൈപ്പിൻ MLA ടോണി ചെമ്മണി. സെപ്റ്റംബർ മാസങ്ങളിൽ അമ്മയുടെ പിറന്നാൾ ദിവസം വള്ളിക്കാവിൽ പോയി അമ്മയെ കാണാറുണ്ട്. കൊച്ചി നഗരത്തിന്റെ വികസനത്തിനായി അമ്മയും അമൃതാനന്ദമയി മഠവും നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണെന്നും ടോണി ചെമ്മണി പറഞ്ഞു. ഒരു ശാന്തതയും ഒരു സ്നേഹത്തിൻ്റെ ഒരു അവസ്ഥയും വികാരവും അനുഭവിക്കാറുണ്ട്. അമ്മയുടെ സാമൂഹ്യ പ്രതിബദ്ധതയും ഈ നഗരത്തിന് ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആത്മീയമായും നഗരത്തിൻ്റെ പൊതുവായ കാര്യങ്ങളിലും മഠത്തിൻ്റെ വലിയൊരു സഹായം ലഭിച്ചത് ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. അതുകൊണ്ടാണ് അമ്മ ഈ ദിവസങ്ങളിൽ എടപ്പള്ളിയിൽ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അമ്മയെ വന്ന് കാണാനും അനുഗ്രഹം തേടാനും ആഗ്രഹിക്കുകയും അതിന് അവസരം ലഭിക്കുകയും ചെയ്ത് ഏറെ സന്തോഷമുണ്ട്. അമ്മയുമായി ഇപ്പോൾ കണ്ടപ്പോൾ കഴിഞ്ഞകാല അനുഭവങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിയപ്പോൾ കൃത്യമായി ഓർക്കുകയും അതിനെ സംബന്ധിച്ച് പങ്കുവെക്കുകയും ചെയ്തു. അമ്മയ്ക്ക് ദീർഘായുസ്സുണ്ടാകട്ടെ. അമ്മയുടെ സ്നേഹം സമൂഹത്തിനാകെ ചുരിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അമ്മയെ കാണണമെന്ന ഉൾവിളി കൊണ്ടാണ് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിനെത്തിയതെന്ന് നടി അമല പോൾ. 1 കോടി സ്നേഹം അമ്മ തന്നുവെന്നും മനസ്സും ഹൃദയവും നിറഞ്ഞുവെന്നും അമല പറഞ്ഞു. വളരെ വളരെ സന്തോഷം. ഞാൻ പറഞ്ഞ പോലെ അമ്മ കൊച്ചിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു പരസ്യം കണ്ടപ്പോൾ എനിക്കൊരു ഉൾവിളി വന്നു, മോളെ വന്ന് കാണുമെന്ന്. അത് വളരെ മാജിക്കലായിട്ട് നടന്നു. കാണാൻ പറ്റി. അമ്മയുടെ ആ ഒരു ഹഗ്, ഒരു 1000 അമ്മമാർ ചേർന്ന് ഒരു ഹഗ് തന്നാൽ എങ്ങനെ ഉണ്ടാവും, അതിനേക്കാളും പവർഫുള്ളാണ്. സോ മനസ്സ് നിറഞ്ഞു. അതുപോലെ അതിനേക്കാളും ഒരു അടിപൊളി ഒരു മരം അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടി. ഇത് മോൻ്റെ ബർത്ത്ഡേ ആണ് 11-ാം തീയതി. അന്ന് മോനെ കൊണ്ട് നടണമെന്നാണ് ആഗ്രഹം. സോ വെരി ഹാപ്പി. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ഉൾപ്പെടെ ജില്ലകളിൽ മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. കാലവർഷക്കാറ്റും ശക്തമായിട്ടുണ്ട്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ മഴയുടെ വ്യാപ്തി വടക്കൻ ജില്ലകളിലേക്ക് കേന്ദ്രീകരിക്കുമെന്നും ജൂൺ 10 തീവ്രത കുറയുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലൂടെയുള്ള രാത്രിയാത്ര നിരോധിച്ചതായി ജില്ലാ ഭരണകൂടം. രാത്രി 7 മുതൽ രാവിലെ 6 മണി വരെയാണ് രാത്രിയാത്രാ നിരോധനം. ജില്ലയിൽ ശക്തമായ മഴ പെയ്യുന്നതിനാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലുമാണ് നടപടി. ഉത്തരവ് കർശനമായി നടപ്പാക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരെ ചുമതലപ്പെടുത്തിയതായും ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കമ്പനിപ്പടിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. മരം വീണതിനെ തുടർന്ന് അല്പനേരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയുടെ പല മേഖലകളിലും ഇപ്പോഴും ഇടവിട്ട മഴ തുടരുകയാണ്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മതിയായ രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച 18,62,500 രൂപയുമായി തമിഴ്നാട് സ്വദേശി കൊല്ലം പുനലൂരിൽ പിടിയിലായി. തമിഴ്നാട് മധുരൈ സ്വദേശി ഗോവിന്ദറാസുവാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. കൊല്ലത്തേക്ക് വന്ന ചെന്നൈ എഗ്മോർ തീവണ്ടിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്ന ഗോവിന്ദറാസുവിന്റെ ശരീരത്തിൽ തുണിസഞ്ചി ഉപയോഗിച്ച് പൊതിഞ്ഞു സൂക്ഷിച്ച നിലയിലാണ് പണം കണ്ടെത്തിയത്. 500 രൂപയുടെ നോട്ടുകെട്ടുകളായാണ് പണം സൂക്ഷിച്ചിരുന്നത്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചു. കൊല്ലം ചവറയിൽ 2 ബംഗ്ലാദേശ് പൗരന്മാർ പിടിയിൽ. വ്യാജ ആധാർ രേഖകളുമായി തങ്ങിയവരാണ് പിടിയിലായത്. മിലൻ ഖാൻ, ഭാര്യ മുഗൾ ഖണ്ഡൽ എന്നിവർ കഴിഞ്ഞ കുറച്ചു നാളുകളായി നീണ്ടകരയിൽ ആക്രിപ്പെറുക്കി കഴിയുകയായിരുന്നു. ചവറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇവരെ കണ്ടെത്തിയത്. പാലക്കാട് KSRTC ബസ് മോഷണം പോയി. KSRTC പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ബസ് അജ്ഞാതൻ മോഷ്ടിച്ചു. പുലർച്ചെ 2:50 സംഭവം. ബസ് മോഷണം പോയതറിഞ്ഞ് ജീവനക്കാർ പാലക്കാട് നഗരത്തിൽ തിരച്ചിൽ നടത്തി. അതിനിടെ മോഷ്ടാവ് ബസ് അബൂബക്കർ റോഡിലൂടെ മംഗളം ടവറിന് സമീപത്തേക്ക് എത്തിച്ചു. KSRTC ജീവനക്കാർ പിന്തുടർന്നെത്തുന്നത് കണ്ട് ബസ് ഉപേക്ഷിച്ച് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. പുലർച്ചെ 5:30 ജീവനക്കാർ ബസ് കണ്ടെത്തി. പാലക്കാട് KSRTC ഡിപ്പോ മുതൽ അബൂബക്കർ റോഡിലെയും മംഗളം ടവണ സമീപത്തെയും CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. നഴ്സുമാരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. കണ്ണൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിലും ഐക്യദാർഢ്യ സദസ്സിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പിന്തുണയുമായി എത്തി. വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ മേഖലയിലെ നഴ്സുമാർ ഏറെക്കാലമായി സമരത്തിലാണ്.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഴ്സുമാർ ഇപ്പോഴും സമരം തുടരുകയാണ്. ഇതുവരെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാരിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ സാധിച്ചിട്ടില്ല. കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് തങ്ങൾ കടന്നുപോകുന്നതെന്നാണ് നഴ്സുമാർ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഇവിടെ നഴ്സുമാരുടെ നേതൃത്വത്തിലുള്ള സമരത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിന്റെ രംഗത്തെത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ കുറെ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളോടൊന്നും അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. എന്താണ് നിങ്ങൾ പ്രധാനമായും ഇപ്പോൾ അധികാരികളുടെ മുമ്പിലേക്കും പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ മുമ്പിലേക്കും തുറന്നു വയ്ക്കുന്നത്? കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഭരണകാലത്ത് നമുക്ക് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയുണ്ടായി. അതായത് ഗവൺമെന്റ് സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പേ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ 25,450 എന്നുള്ളൊരു തുക ഇറക്കിയിട്ടാണ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടാണ് ആ ഗവൺമെന്റ് പടിയിറങ്ങുന്നത്. പക്ഷേ ആ ഗവൺമെന്റിന് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 2 മാസത്തെ നമുക്കതൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ആ വെയിറ്റിംഗ് പീരീഡ് വന്നപ്പോഴത്തേക്കും നമ്മൾ പുതിയ സർക്കാർ രൂപമെടുത്തു. പുതിയ സർക്കാരിന്റെ സമയത്ത് ഇനി ഈ ഗവൺമെന്റ് നോട്ടിഫിക്കേഷന്റെ യാതൊരു പരാതിയും ഇല്ലാതെ ഇത് ഇറങ്ങിയത് പ്രാബല്യത്തിൽ വരാനായിട്ട് ബാക്കിയുള്ള ലേബർ നടപടിക്രമങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ കിട്ടും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 7 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം 10 ലക്ഷം വരെ കാശ് മുടക്കി, അതായത് LBS വഴിയാണ് കേരളത്തിൽ നമുക്ക് BSc നഴ്സിംഗിന്റെ ഒരു പഠിക്കാനുള്ള വരുന്നത്. അപ്പം 90% മേലെ മാർക്കുള്ളവർക്ക് മാത്രമേ കേരളത്തിൽ പഠിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അത്രത്തോളം കഷ്ടപ്പെട്ട് ഞങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ നിസ്സാരമായ ഒരു വേതനമാണ് നിൽക്കുന്നത്. ആരോഗ്യ മേഖലയുടെ അണ്ടറിൽ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ തൊഴിൽ വകുപ്പിന്റെ അണ്ടറിലാണ് വരുന്നത്. തൊഴിൽ വകുപ്പിന്റെ അണ്ടറിൽ വരുമ്പോൾ ഞങ്ങൾക്കൊരു നിസ്സാര തുകയാണ് കിട്ടുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾക്ക് 20,000 രൂപ മിനിമം വേജ് പ്രഖ്യാപിച്ചു. അത് നഴ്സിംഗ് അലവൻസോട് വെച്ച് 22,000 ആയിരുന്നു. എന്നാൽ ഈ സർക്കാരിന് 25,000 നമുക്ക് പറഞ്ഞത്. ആ 25,000 എന്ന് പറഞ്ഞ് ഒരു ദിവസം 141 രൂപ മാത്രമേ ഞങ്ങൾക്ക് കൂടുന്നുള്ളൂ. ഈ എല്ലാവർക്കും ഒരു പൊതുജനങ്ങൾക്കിടയിൽ എന്തുകൊണ്ടാണ് നഴ്സുമാർ സമരത്തിൽ ഇറങ്ങുന്നതെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, നഴ്സിംഗ് ഒരു ബില്ല് നോക്കിയാൽ നഴ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞൊരു ചാർജ് ഞങ്ങൾക്ക് വേണ്ടി ഈടാക്കുന്നുണ്ട്. അപ്പം നഴ്സുമാർക്ക് അത് കിട്ടാനുള്ള യോഗ്യതയുള്ളവരാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ 2017 ശേഷം ശമ്പള പരിഷ്കരണം നടത്തിയിട്ടില്ല. 2022 ശമ്പള പരിഷ്കരണം 26 അത് 2022 ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയാണ് ഈ 26 ഞങ്ങളിങ്ങനെ ശബ്ദം ഉയർത്തേണ്ടി വന്നത്, ഞങ്ങൾ ഈ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉയർത്തിപ്പിടിച്ച ഒരു കാര്യമാണ് ഈ ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഉറപ്പാക്കണമെന്നുള്ള കാര്യം. ഇതിലൊരു കൃത്യമായ തീരുമാനമുണ്ടായാൽ എന്താണ് നിങ്ങളുടെ തുടർ പരിപാടി? എന്താണ് ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നാളെ ഒരു ചർച്ചയുണ്ട്, RJLCയും ലേബർ ഓഫീസറും ഒക്കെ ആയിട്ട് ഓരോ മാനേജറിനെ വിളിച്ച് ചർച്ചയുണ്ട്. ഇതിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ 10-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ചർച്ചയുണ്ട്. അതിലും തീരുമാനമായിട്ടില്ലെങ്കിൽ നമ്മളിതിലും ശക്തമായി തന്നെ മുന്നോട്ട് പോകും. എന്തായാലും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ കെ സുധാകരൻ ഉൾപ്പെടെ പി സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ള വിവിധ MPമാരെത്തി ഇവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. എത്രയും വേഗം സമരം തീരുമെന്നൊരു പ്രതീക്ഷ നഴ്സുമാർ പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല രോഗികളും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. മഴക്കാലമെത്തി രോഗങ്ങൾ പകർച്ചവ്യാധികളൊക്കെ കടുക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതാണ്. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. തിരുവനന്തപുരം വെടിമച്ചാങ്കോവിലിൽ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ തുണിക്കടയുടെ ചില്ല് ഗ്ലാസ് തകർന്ന് നെഞ്ചിൽ തുളച്ചുകയറി 17-കാരൻ മരിച്ചു. കല്ലിയൂർ സ്വദേശി ശിവസൂര്യയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ പെരുമ്പിലാവിൽ കിണറ്റിൽ വീണ 56 വയസ്സുകാരി മരിച്ചു. ആൽത്തറ സ്വദേശിനി കർപ്പന്റെ വളപ്പിൽ വീട്ടിൽ കോമളയാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 സംഭവം. വീടിന് സമീപത്തെ പറമ്പിലുള്ള കിണറ്റിൽ കോമളം വീഴുകയായിരുന്നു. കുന്നംകുളം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കോമളത്തെ പുറത്തെടുത്തുവെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. മലപ്പുറം ആലിപ്പറമ്പ് പഞ്ചായത്ത് തൂതപ്പാറലിൽ 7 വയസ്സുകാരന് നേരെ തെരുവ് നായയുടെ ആക്രമണം. സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന കുട്ടിയെയാണ് നായ ആക്രമിച്ചത്. കാലിന് കടിയേറ്റ കുട്ടിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് കുത്തിവയ്പ് നൽകി. പ്രദേശത്ത് ദിവസങ്ങൾക്കിടെ 5ഓളം പേർക്ക് കടിയേറ്റതായി നാട്ടുകാർ പറയുന്നു.
പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയിടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. തണ്ണിത്തോട് സെന്റ് ബെനഡിക്സ് ഹൈസ്കൂളിലാണ് അപകടമുണ്ടായത്. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. പെട്ടെന്നുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ ഷീറ്റുകൾ പാടെ ഇളകി ദൂരേക്ക് തെറിച്ചു പോവുകയായിരുന്നു. ഞായറാഴ്ച ആയതിനാൽ സ്കൂളിൽ കുട്ടികളും അധ്യാപകരും ഇല്ലാത്തതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി.